ഒരുപാട് ആളുകളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ഐശ്വര്യമുള്ള ഒരു തുടക്കം. അത് മാത്രമല്ല, സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ജീവിതത്തിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ട് കേട്ടിട്ട് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഗാനം. ഭയങ്കര ഫീലായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കം കിട്ടിയിരിക്കുന്നു. ഞാൻ തന്നെ ഈ ചടങ്ങിൽ വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ സംസാരിക്കുന്ന പരിപാടി വേണ്ടാവട്ടെ, ഞാനൊന്നും പറയില്ല, കളിക്ക് എത്തിച്ചിട്ട് തന്നെ പോരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ വന്നിട്ട് കുറച്ച് പ്രാവശ്യം പറയുക, ഒരാശംസകൾ അറിയിക്കുക എന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന് എനിക്കെന്നെ അറിയാം. അപ്പോ അത് വേണ്ടാന്ന് എഴുതിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എന്തൊക്കെ കണ്ടപ്പോ തന്നെ ഞാൻ മൈക്ക് ചോദിച്ചു വാങ്ങിയിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അടുത്തോട് സംസാരിക്കണം. പക്ഷെ അതെങ്ങനെയാ നമുക്ക് മനസ്സിലായി. ഗംഗ, യമുന, സിന്ധു, സരസ്വതി, 4 കൊച്ചു കൊച്ചു സിനിമകൾ, 20-25 മിനിറ്റ് അല്ലെ ദൈർഘ്യം വരുന്ന സിനിമകൾ. ഇത് കേൾക്കുമ്പോ വളരെ ഇല്ലാത്തൊരു പരിപാടി. ഒരു കൊച്ചു കഥ മതിയല്ലോ, ചെറിയ തുറക്കണം, 20 മിനിറ്റ് കൊണ്ടൊക്കെ പറയാനുള്ളൂ. അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമായിട്ടും മറ്റ് സിനിമകളുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഈ ഷോർട്ട് ഫിലിംസിനെ കാണുന്നത്. ഈ ഷോർട്ട് ഫിലിംസിൽ തന്നെ കൂടുതൽ ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ആന്തോളജി എന്ന് പറയുന്നെങ്കിൽ 4 സിനിമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സിനിമ. സാധാരണ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു തുടക്കം, അതിങ്ങനെ വളർത്തി ആളുകളുടെ ആകാംക്ഷയെ ഇങ്ങനെ അടുത്തതെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി അവസാനം കൊണ്ടുപോയി അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അവസാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും കുറവാണ്. ഇവിടെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 കഥകളാണ്, ചിലപ്പോൾ 4 കഥാപാത്രങ്ങൾ അല്ലെ, കഥാപാത്രങ്ങളും ഡിഫറൻസ് ആയിരിക്കും, ഓരോന്നിനും വേറെ. അപ്പൊ ഒരു കഥയുടെ തുടക്കത്തിൽ നിന്നും തുടങ്ങി അത് വളർന്ന് അതിന്റെ ഒരു ക്ലൈമാക്സിൽ നിർത്തുന്ന സാജു ഷെയ്ബ ആദ്യത്തെ ആളാണ്, ഗംഗയുടെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എടുക്കുന്ന ആള് ഈ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളെയാണ് ഒരു തുടക്കത്തിൽ നിന്ന്, ഒരു കഥയുടെ തുടക്കത്തിൽ നിന്ന് വീണ്ടും തുടങ്ങിയിട്ട് വേണം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി, കഥാപരിസരം പരിചയപ്പെടുത്തി അതൊരു ക്ലൈമാക്സിനെ കൊണ്ട് നിർത്തുന്നു. വീണ്ടും തുടങ്ങുന്ന ആദ്യത്തിൽ നിന്നാണ് പഴയ ബോബനും മൂളിയൊക്കെ തുടങ്ങുന്ന പോലെ ഒരു തുടക്കമുണ്ടാവും, ആ ആഴ്ച കഴിയുമ്പോൾ അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള 4 പടങ്ങള് ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ ആ തീവ്രത കുറഞ്ഞു പോകാതെ, ആളുകളുടെ താല്പര്യം കുറഞ്ഞു പോകാതെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടൊരു ടാസ്ക്കാണ്. അതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ശ്രീ ലാൽ പ്രിയനാണ്. കുഴപ്പമില്ല, സേഫാണ്. ലാലും ഉണ്ട്, പ്രിയനും ഉണ്ട്. പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി ചേച്ചി ദീപ്തിമാര് പടത്തിന്റെ 4 ക്യാരക്ടേഴ്സും ചേർന്ന് ഇനി ഇവരുടെ കയ്യിലാണ് നമുക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇവരുടെ കയ്യിലാണ്, ഭദ്രമാണ്. സാഞ്ചന താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പരക്കെ പ്രകാശം തീർച്ചയായിട്ടും ഗംഗ, യമുന, സിന്ധു, സരസ്വതി എന്ന ഈ പ്രോജക്റ്റിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി സ്റ്റാർട്ടിങ് മുതൽ എന്റെ വരെ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവിധ ഐശ്വര്യം സമാധാനവും നമുക്ക് ആശംസിക്കാം. ഏറ്റവും ഈ 4 സിനിമയിൽ ഞാനില്ലെന്നുള്ളതാണ് എന്നെ ഞെട്ടിപ്പിച്ച ഏറ്റവും വലിയ സന്തോഷം. 4 സിനിമയിൽ ഞാനില്ലെങ്കിൽ തന്നെ ഉള്ള ഒരവസ്ഥ ആലോചിക്കും.
അപ്പൊ അതന്നെ ചേച്ചി. അതുപോലെ തന്നെ ഡയറക്ടർ പറഞ്ഞ പോലെ ഈ 4 ഡയറക്ടേഴ്സിനെ എനിക്ക് അറിയാവുന്നതാണ്. നല്ല കഴിവുകൾ, അവരുടെ മേഖലയിൽ നല്ല കഴിവുകൾ ആശംസിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വിഷം പുരുഷന്മാരുടെ പേരിൽ നദികൾ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇനി പഴയ പോലെ മാണി പോയ ഉൾപ്പെന്നല്ലോ അങ്ങനെയൊക്കെ പടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു സിനിമ അടുത്തതായിട്ട് ഇവരെടുക്കണം. അതിൽ ഞാനും ഒക്കെ ഉണ്ടാവണം. ശോഭന ഉണ്ടാവും എന്തായാലും. അപ്പൊ എല്ലാവരും ആശംസിക്കും നല്ല രസമുള്ള സിനിമയായിട്ട് മാറട്ടെ. എന്തായാലും ഒരുപാട് കാലം കൂടി അവർ പൂജ അറ്റൻഡ് ചെയ്യുന്നത്. ആരോപണവും അവരോപണവും പോലെ കടലിലെ തിരമാലകൾ പോലെ ഉയർന്ന് താഴ്ന്ന് അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. എന്തിനും ഒരു ഉയർച്ചയുണ്ട്, ടേക്ക് ഓഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ തുടക്കവും അതിന്റെ തുടർച്ചയും ഒടുക്കവും എല്ലാം ഭംഗിയാക്കട്ടെ. അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു കുടുംബത്തിൽ നിന്നെന്ന പോലെ തുടങ്ങിയാൽ ഉടനെ തീരാൻ കഴിയട്ടെ എത്തിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആശംസയോടെ സഹകരിക്കുന്നത്. സംഗമ സമതല ഭൂമി, സ്വർഗീയ സുന്ദര ഭൂമി, സ്വതന്ത്ര ഭാരത ഭൂമി, ഗംഗാ യമുന സംഗമ സമതല ഭൂമി, സ്വർഗീയ സുന്ദര ഭൂമി, സ്വതന്ത്ര ഭാരത ഭൂമി. 4 പടങ്ങൾ 4 പേരോടെയാണ് ചെയ്യുന്നത്. എൻ്റെ പടത്തിൽ ഗംഗയായിട്ട് അഭിനയിക്കുന്നത് കുക്കു ചേച്ചിയാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നത് സോഹൻലാലാണ്. സോഹൻലാലിൻ്റെ പടത്തിൽ എനിക്ക് വേഷം വന്നിട്ട് എൻ്റെ മുടി പകുതി വടിച്ചു കളഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ സോഹനോട് പറഞ്ഞത് എൻ്റെ പടത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തും, ഒരു കൃഷ്ണമണിയും കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് സോഹൻ അതിനും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 കഥാപാത്രങ്ങളെ വെച്ച് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു 4 കഥകളും സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള സിനിമയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം സിനിമയിൽ ഉടനീളം എല്ലാ സിനിമയിലും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇന്നിവിടെ വന്നിരുന്ന കൂടി ഇത്രയും ജനങ്ങളുടെ മനസ്സുപോലെ തന്നെ മുമ്പോട്ട് ഞങ്ങളുടെ സിനിമയുടെ റിലീസിങ് വരെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം.